ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മുസ്ലിം പള്ളികളിലെ ബാങ്കുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ഭരണകൂടം. ശക്തമായ രൂപത്തിലുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഇസ്രായേൽ ഭരണകൂടം നിർബന്ധിതരായിരിക്കുന്നു. ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള നീക്കം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. പള്ളികളിലെ ഉച്ചഭാഷിണികൾ പിടിച്ചെടുക്കാൻ ഇസ്രായേൽ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻ-ഗവിർ പോലീസിന് നിർദ്ദേശം നൽകി. ഇനിയും അതല്ല, ഇസ്രയേലിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തി ഇസ്രയേലിൽ തന്നെ അത് തുടരാനാണ് ഇവരുടെ ഭാവമെങ്കിൽ പിഴ ചുമത്താനും എതിർക്കുന്ന ആളുകളെ പിടിച്ച് തുറങ്കിലടയ്ക്കാനും പുതിയ ഉത്തരവ്. ടൈംസ് ഓഫ് ഇസ്രയേൽ ശക്തമായ രൂപത്തിലുള്ള ഇത്തരം നിയമാവലികൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശബ്ദമലിനീകരണം ആരോപിച്ചാണ് കടുത്ത നടപടികളിലേക്ക് നീങ്ങാൻ ഇസ്രായേൽ നിർബന്ധിതരായത്. കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെയുള്ള അധിനിവിഷ്ട പ്രദേശങ്ങളിലെ പള്ളികൾ ലക്ഷ്യമിട്ടിട്ടാണ് ഇസ്രായേൽ സുരക്ഷാ മന്ത്രാലയത്തിന്റെ നിയമനിർമ്മാണം. പാതിരാത്രികളിൽ ഉൾപ്പെടെ പള്ളികളിൽ നിന്ന് അമിതമായ ശബ്ദം ഉയരുന്നു എന്ന് ഇവിടങ്ങളിലെ ജൂതമത താമസക്കാർ പരാതിയുമായി രംഗത്ത് വന്നു. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇസ്രായേൽ ഭരണകൂടം ബാങ്കിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. പള്ളികളിലെ ശബ്ദ സംവിധാനങ്ങൾ പിടിച്ചെടുക്കാൻ പുതിയ നിയമം അധികാരം നൽകുന്നുണ്ട് എന്ന് ബെൻ-ഗവിർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ഏറ്റവും ഫലപ്രദമായ പ്രതിരോധ മാർഗമാണിത്. ഈ നിയമം കൊണ്ട് ഫലമുണ്ടാകണമെന്നും ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ശബ്ദമുയർത്തുന്ന പള്ളികൾക്കെതിരെ പിഴ ചുമത്താനുള്ള പുതിയ ഉത്തരവും ബില്ലും അവതരിപ്പിക്കുമെന്നും ബെൻ-ഗവിർ അറിയിച്ചിട്ടുണ്ട്. അറബ് മുസ്ലിം സമൂഹങ്ങളെ ലക്ഷ്യമിട്ടിട്ടുള്ള ബെൻ-ഗവിറിന്റെ നീക്കം പ്രകോപനപരമാണ് എന്ന് അറബ് നഗരങ്ങളിലെ മേയർമാർ പ്രതികരിക്കുന്നു. നടപടി മേഖലകളിൽ കൂടുതൽ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ബെൻ-ഗവിർ വീണ്ടും ഇസ്ലാമോഫോബിക് ആളി കത്തിക്കുകയാണ് എന്ന് അറബ് MP അഹമ്മദ് തീബി ആരോപിച്ചു. ഈ അടിച്ചമർത്തൽ നയം തടയുമെന്നും വിശുദ്ധ കേന്ദ്രങ്ങൾ സംരക്ഷിക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. പള്ളിക്കകത്ത് കേൾക്കത്തക്ക രൂപത്തിൽ ബാങ്ക് വിളിക്കുന്നതിന് കുഴപ്പമില്ല. ഉച്ചഭാഷണികൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടുള്ള ഈ അലറി വിളിക്കാണ് ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻ-ഗവിർ ഈ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇനിയും ഈ നിയമത്തെ ബ്രേക്ക് ചെയ്ത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിച്ച് ഉറക്കെ ബാങ്ക് വിളിച്ചാൽ ലൗഡ് സ്പീക്കർ പിടിച്ചെടുക്കുകയും പിഴ ചുമത്താനുമാണ് പുതിയ ഉത്തരവ്. കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെ ധാരാളം മുസ്ലിം പള്ളികൾ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ ഉദ്ദേശിച്ച് തന്നെയാണ് ഈ പുതിയ നിയമം. ശബ്ദമലിനീകരണം വലിയ ഒരു ബുദ്ധിമുട്ടായിട്ടാണ് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ആളുകൾ പരാതിയുമായി മുന്നോട്ട് ഉണ്ടായ സാഹചര്യം എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് വിലക്കേർപ്പെടുത്തുകയും രോഗികളുണ്ട്, കുട്ടികളുണ്ട്, പഠിക്കുന്നവരുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഈ പള്ളികളിൽ നിന്നും 5 നേരവും വിളിക്കുന്ന അമിതമായിട്ടുള്ള ശബ്ദം ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് എന്നും അതുകൊണ്ടാണ് പള്ളികളിലെ ശബ്ദ സംവിധാനങ്ങൾ പിടിച്ചെടുക്കാൻ പുതിയ നിയമം അധികാരം നൽകുന്നുണ്ടെന്നും ബെൻ-ഗവിർ വാർത്താ സമ്മേളനത്തോട് അറിയിച്ചത്. ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം ബാധിക്കുന്ന വിഷയങ്ങളാണെങ്കിൽ മാധ്യമങ്ങൾ പോലും ആ വാർത്ത റിപ്പോർട്ട് ചെയ്യില്ല. ഇപ്പോൾ പള്ളിമണിയുടെ വിഷയത്തിൽ നമ്മുടെ ഈ കേരളക്കരയിൽ പോലീസ് കാണിക്കുന്ന ആ ഒരു തിടുക്കം, പെട്ടെന്നുള്ള ഇടപെടലുകൾ, സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള കുപ്രചരണങ്ങൾ, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇതൊന്നും മതസൗഹാർദ്ദം തകരാനിടയാകത്തില്ലല്ലോ. അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. പള്ളിമണി നിരോധിക്കുന്നെങ്കിൽ ബാങ്ക് വിളിയും അമ്പലങ്ങളിലൂടെയുള്ള മൈക്കിലൂടെയുള്ള നാമജപം ഇതെല്ലാം നിരോധിക്കണമെന്ന് പറഞ്ഞിട്ടാണ് വലിയ രൂപത്തിൽ ഒരു കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. കാസയാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് ശക്തമായിട്ടുള്ള നിലപാടുകൾ അറിയിക്കുന്നത്. ഈ കുറിപ്പ് ചർച്ചയാകുമ്പോൾ ഇത് കേരളം തന്നെയാണോ എന്ന് ചിന്തിക്കണം. കേരളത്തിലെ മതസൗഹാർദ്ദത്തിന് എന്തു പറ്റി എന്ന് ചിന്തിക്കണം. ഏതെങ്കിലും മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദപ്പെടുമോ? ശരിക്കു പറഞ്ഞാൽ മനുഷ്യന്മാർ തമ്മിലല്ലേ സൗഹാർദ്ദപ്പെടേണ്ടത്? മാറ്റമില്ലാത്ത മതങ്ങളും മതനിയമങ്ങളും തമ്മിൽ എങ്ങനെയാണ് സൗഹാർദ്ദപ്പെട്ട് മുന്നോട്ട് പോകുന്നത്? ജീവിച്ചുകൊണ്ടിരിക്കുന്ന, മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് ശരിക്കു പറഞ്ഞാൽ മാറ്റം വേണ്ടത്. കാസയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: പള്ളിമണിയുടെ വിഷയത്തിൽ പോലീസ് കാണിക്കുന്ന അനാവശ്യമായ തിടുക്കവും ഇടപെടലുകളും മതസൗഹാർദ്ദം തകർക്കാനിടയാകരുത്. പള്ളിമണിയും ബാങ്ക് വിളിയും അമ്പലത്തിലെ നാമജപവും പുലർക്കാല സുപ്രഭാതവും എല്ലാം കേട്ടു വളർന്ന മലയാളികൾക്ക് അതെല്ലാം ഇന്ന് ജീവിതത്തിന്റെ ഭാഗമാണ്. അതൊന്നും ഒരു ബുദ്ധിമുട്ടായി ആരും ഇന്നുവരെ കണ്ടിട്ടുമില്ല. എന്നാൽ ഒരു വ്യക്തിയുടെ പരാതിയുടെ പേരിൽ
ഒരുവിധ നടപടിക്രമങ്ങളും പാലിക്കാതെ ഒരു ക്രിസ്ത്യൻ പള്ളിയിലെ ഞായറാഴ്ചകളിലെ രാവിലെ മാത്രം 20 സെക്കൻഡ് വെച്ച് 2 നേരം മുഴങ്ങുന്ന പള്ളിമണി നിർത്താനുള്ള പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളും അനാവശ്യമായ ഇടപെടലുകളും മതസൗഹാർദ്ദം തകരാൻ ഇടയാകുന്നതല്ലേ എന്ന് സംശയം ജനിപ്പിക്കുന്നതാണ്. മാവേലിക്കരയിൽ നിന്നും കൊല്ലം ഭരണിക്കാവ് റൂട്ടിൽ മുതുപ്പിലക്കാട് സ്ഥിതി ചെയ്യുന്ന സെന്റ് തോമസ് മലങ്കര കത്തോലിക്ക പള്ളി 75 വർഷം പഴക്കമുള്ളതാണ്. പള്ളിയുടെ തൊട്ടു ചേർന്ന് കഴിഞ്ഞ 20 വർഷമായി താമസിക്കുന്ന അന്യമതസ്ഥനായ ഒരു വ്യക്തിയാണ് പരാതിക്കാരൻ. ഇദ്ദേഹം 2022 മലിനീകരണ നിയന്ത്രണ ബോർഡിന് പള്ളിമണി അടിക്കുന്നത് നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടൊരു പരാതി നൽകിയിരിക്കുന്നു. നാളിതുവരെ ആ ഒരു വിഷയത്തിൽ പള്ളി കമ്മിറ്റിക്കോ മറ്റു പള്ളി അധികാരികൾക്കോ ഇത് സംബന്ധിച്ച് നോട്ടീസ് യാതൊന്നും ലഭിച്ചിരുന്നില്ല. മാത്രവുമല്ല, പള്ളിമണിയുടെ ശബ്ദത്തിന്റെ ഡെസിബൽ പരിധിയിൽ കൂടുതലാണോ എന്ന് പരിശോധിക്കാൻ തന്നെ ഇതുവരെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പോലീസിന്റെ ഭാഗത്തു നിന്നും മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്നുള്ള നിർദ്ദേശം എന്ന നിലയിൽ പള്ളിമണി നിർത്തിവെക്കണമെന്ന് പള്ളിയുടെ അധികാരികളോട് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. അത്തരത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കണമെങ്കിൽ അതിനുള്ള അധികാരം മലിനീകരണ നിയന്ത്രണ ബോർഡിനാണ്. അതും എതിർകക്ഷികളുടെ ഭാഗം കേൾക്കുകയും പരിശോധനകൾ നടത്തുകയും ചെയ്തിട്ട് മാത്രമാണ്. നിയമലംഘനമാണെങ്കിൽ അത്തരത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടത് താനും. ഇത്തരത്തിലൊരു നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് മലിനീകരണ നിയന്ത്രണം ബോർഡിന്റെ പേരും പറഞ്ഞ് ഇത്തരത്തിൽ ഒരു ഉത്തരവുമായി പോലീസ് രംഗത്തെത്തിയിരിക്കുന്നത് എന്നതാണ് സംശയം ജനിപ്പിക്കുന്നത്. ഉത്തരവ് വന്നെങ്കിലും കഴിഞ്ഞ ദിവസമുള്ള കുർബാനയ്ക്കായി മണിയടിക്കുകയും കുർബാന നടത്തുകയും ചെയ്തിരുന്നു. ഈ സമയം അത്രയും ഒരു പോലീസ് സംഘം വാഹനത്തിൽ പള്ളിക്ക് അടുത്ത് നിലയുറപ്പിച്ചെങ്കിലും പ്രത്യേകിച്ച് ഒരു തടസ്സവും അവർ ഉണ്ടാക്കിയിരുന്നില്ല. എന്നാൽ പള്ളിമണി നിർത്തിവെക്കണം എന്ന ആവശ്യത്തിന് സമ്മതിച്ചുകൊണ്ട് ഒപ്പിട്ട് നൽകുന്നതിനായി പോലീസ് സ്റ്റേഷനിലെ ചിലർ ഇടവക അംഗങ്ങളുടെ പല വീടുകളിലും കയറി ഇറങ്ങിയതായും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ആ പ്രദേശത്ത് തന്നെയുള്ള ഒരു ഹൈന്ദവ ആരാധനാലയത്തിന്റെ മൈക്കിലൂടെയുള്ള നാമജപങ്ങളും രാവിലെയുള്ള സുപ്രഭാതവും നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് എതിർ പരാതി കൊടുക്കുവാൻ പള്ളി അധികാരികളെ ഉപദേശിച്ചതായും ഇടവക അംഗങ്ങളിൽ നിന്നും അറിയാൻ കഴിഞ്ഞു. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇടകലർന്ന് ജീവിക്കുന്ന ആ പ്രദേശത്ത് അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നതായിട്ടാണ് മനസ്സിലാകുന്നത്. ഏതാനും നാളുകൾക്ക് മുമ്പ് ഇതേ രീതിയിൽ പാലക്കാട് ഒരു പള്ളിയിൽ ഇലക്ട്രിക് ബെല്ല് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതി നൽകിയതിനെയും ഹൈന്ദവ വർഗീയതയായി മാറ്റി മുതലെടുപ്പ് നടത്താൻ ചില രാഷ്ട്രീയക്കാർ ശ്രമിച്ചിരുന്നു. പള്ളിമണികൾ ലോകമെമ്പാടും ഉപയോഗിക്കുന്നത് തന്നെയാണ്. അതിന്റെ നാദം അരോചകമാണെന്നോ ആ മണികൾ മുഴക്കുന്നതിന്റെ അർത്ഥം തങ്ങളുടെ മതവിശ്വാസം മാത്രമാണ് ശരി എന്ന രീതിയിലാണെന്നോ ആരും തന്നെ ഇതുവരെ പറഞ്ഞിട്ടില്ല. പകൽ സമയം കുർബാന ആരംഭിക്കുന്നു എന്ന് അറിയിക്കുന്നതിന് വേണ്ടി 20 സെക്കൻഡ് മാത്രം മുഴങ്ങുന്ന ഒരു പള്ളിമണി അതല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പരാതിയിന്മേൽ നിരോധിക്കാനാണ് നീക്കമെങ്കിൽ മൈക്കിലൂടെയുള്ള ബാങ്ക് വിളിയും അമ്പലങ്ങളിലൂടെയുള്ള മൈക്കിലൂടെ കേൾക്കുന്നതും എല്ലാം നിരോധിക്കണം. നിലവിൽ 5 നേരം മൈക്കിലൂടെയുള്ള ബാങ്ക് വിളി നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് 2002 ആലപ്പുഴ AR ക്യാമ്പിന് സമീപമുള്ള മുസ്ലിം മസ്ജിദിന് തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ജോൺ നരേത്ത് എന്ന വ്യക്തി നൽകിയ ഹർജി ഇപ്പോഴും ആലപ്പുഴ ജില്ലാ കോടതിയിൽ തീർപ്പാകാതെ കിടക്കുന്നുണ്ട്. അതിനും തീരുമാനമുണ്ടാകണം. ഒപ്പം കോടതി നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള മെറ്റൽ മെഗാഫോണുകൾ അഥവാ കോളാമ്പികൾ ഇന്നും പല ആരാധനാലയങ്ങളിലും നിയമം ലംഘിച്ച് ഉപയോഗിക്കുന്നുണ്ട്. അതും എല്ലാം എടുത്തു മാറ്റിക്കുവാൻ ഉത്തരവാകണം. എന്നാൽ ഇതിൽ ഒന്നിലും തയ്യാറാകാതെ സെന്റ് തോമസ് മാർത്തോമാ പള്ളിയുടെ പള്ളിമണി മാത്രം നിർത്തലാക്കാനാണ് അധികൃതർ ഉദ്ദേശിക്കുന്നതെങ്കിൽ മറ്റാരാധനാലയങ്ങൾക്കെതിരെ പരാതിയുമായി ഇറങ്ങാൻ മറ്റുള്ളവരും നിർബന്ധിതരാകും. പള്ളിമണിയും നാമജപവും ബാങ്ക് വിളിയും എല്ലാം ഇക്കാലം അത്രയും തുടർന്നു വന്നതുപോലെ തന്നെ വേണമെന്നുള്ളത് തന്നെയാണ് പള്ളി കമ്മിറ്റിയുടെയും രൂപതയുടെയും നിലപാട്. ആയതിനാൽ തന്നെ വിഷയത്തിൽ പള്ളി കമ്മിറ്റിയും അധികാരികളും യോഗം ചേരുകയും വിഷയത്തെ നിയമപരമായി നേരിടാനാണ് തീരുമാനമെടുക്കുകയും ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്യാനുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പരാതി നൽകിയ ചേട്ടന്റെ പറമ്പിലുണ്ടായിരുന്ന മാവ് വളർന്ന പള്ളിക്ക് നേരെ വന്നപ്പോൾ വെട്ടിമാറ്റാൻ പറഞ്ഞതിന് തയ്യാറാകാതിരുന്നതിന്റെ പേരിൽ പള്ളി അധികാരികൾ അത് വെട്ടിമാറ്റിയെന്നും അതിന് നീരസമാണ് ഇത്തരത്തിൽ ഒരു പരാതിക്ക് പിന്നിലെന്നും കേട്ടിരുന്നു. എന്തായാലും പരാതി നൽകിയ ചേട്ടൻ അവിടെ നിന്നും എല്ലാ മതസ്ഥരും ഇടകലർന്ന് താമസിക്കുന്ന സ്ഥലത്തേക്ക് ചേട്ടൻ കുറച്ചു കാലം താമസം മാറ്റുകയാണെങ്കിൽ പള്ളിമണിയായിരുന്നു നല്ലത് എന്ന് ചേട്ടന് മനസ്സിലാകുകയും ചേട്ടൻ തിരിച്ചു വീണ്ടും പഴയ താമസ സ്ഥലത്തേക്ക് വരിക തന്നെ ചെയ്യും എന്നാണ് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ തൽക്കാലം അഭിപ്രായപ്പെടാനുള്ളത്. ഇതാണ് കാസയുടെ പോസ്റ്റ്. ശരിക്കും ആരാധനാലയങ്ങളിലെ ഈ ശബ്ദങ്ങൾ ലൗഡ് സ്പീക്കറൊക്കെ നിർത്തലാക്കാനുള്ള നിയമം എന്നോ കേരളത്തിൽ പാസ്സായതാണ്. പക്ഷേ പള്ളികളിൽ നിന്നും അമ്പലങ്ങളിൽ നിന്നും ചർച്ചുകളിൽ നിന്നും ലൗഡ് സ്പീക്കർ എടുത്തു മാറ്റാൻ
നമ്മുടെ ബന്ധപ്പെട്ട അധികാരികൾക്ക് മതവികാരം വ്രണപ്പെടുമോ എന്ന ഒരു ഭയം. അതെ, വളരെ പെട്ടെന്ന് വ്രണപ്പെടുന്ന ഒരേ ഒരു വികാരമേ കേരളക്കരയിലുള്ളൂ, അതും മതമാണ്. നന്ദി.